മുസ്ലിം രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ അംഗീകരിക്കണമെന്നും അബ്രഹാം കരാറിൽ ഒപ്പിടണമെന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യഥാർത്ഥത്തിൽ ഈ ഒരു കരാർ വ്യവസ്ഥ 2020 ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ പോവുകയാണ്, അത് നിർബന്ധമായി നിങ്ങൾ പാലിക്കണം, ഇല്ലെങ്കിൽ മോശം കാലാവസ്ഥയും സാഹചര്യവുമാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന തരത്തിലാണ് ട്രംപിന്റെ ഭീഷണി സ്വരം വന്നിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയ ചൂതാട്ടമായിട്ടാണ് അറേബ്യൻ രാജ്യങ്ങളിലെ ചില പത്രങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. അതിനെ ഹെഡിങ് വെച്ചുകൊണ്ടാണ് അതിൻ്റെ താഴെ ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യത്തോട്, ഒരു സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യം പറയാൻ പാടില്ലാത്തതാണ്, എന്തുകൊണ്ട് പറഞ്ഞു എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകണം എന്ന് പോലും ആ കാര്യത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. രാജ്യങ്ങളുടെ പേരെണ്ണിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ. ഈ രാജ്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അംഗീകാരം നൽകണം, കരാർ വ്യവസ്ഥയിൽ ഒപ്പിടുകയും വേണം. അതോടൊപ്പം തന്നെ അത്തരം കരാർ വ്യവസ്ഥയിൽ ഒപ്പിടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മോശമായിരിക്കുന്ന ഒരു കാലാവസ്ഥ നിങ്ങളുടെ രാജ്യത്ത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. പാകിസ്ഥാനോടും ഈ കാര്യം പറഞ്ഞ സമയത്ത് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സഹോദര രാജ്യമാണ്. പാകിസ്ഥാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇത്തരം ഒരു പ്രതികരണങ്ങൾ ഒരിക്കൽ പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ വരുന്നത്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അവർ അവസാനിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒടുവിൽ ഇറാൻ പോലും ഈ കരാർ വ്യവസ്ഥയുടെ ഭാഗമാകാൻ സാധ്യത വളരെ കൂടുതലാണ്, അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2029 സെപ്റ്റംബറിലാണ് ഈ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയ സമയത്ത് തന്നെ UAEയും ബഹ്റൈനുമാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. അതിനുശേഷം മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങളും കൂടി ഇതിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. സൗദി അറേബ്യ അടക്കമുള്ള മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇതിന് ഒരു ബഹിഷ്കരണം പോലെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അത്ര സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യവികസനം, ലോക വികസനം, പിന്നീട് ഈ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുക. അങ്ങനെ 10-20 വലിയ രീതിയിലുള്ള നിർദ്ദേശ കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ പലസ്തീനെ കുറിച്ച് പറയാത്തതാണ് സൗദി അറേബ്യ ചൊടിപ്പിച്ചത്. ഗസയുടെ മധ്യത്തിലൂടെ ഒരു നാഷണൽ ഹൈവേ പോകുന്നുണ്ട്. ഈ മറ്റ് രാജ്യങ്ങളെ ക്രോസ് ചെയ്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സമയത്ത് ഗസ എന്ന് പറയുന്ന ആ ചെറിയ പ്രദേശം 2 ഭാഗമായിട്ട് പിളരുകയും പിന്നീട് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വല്ലാത്ത പ്രയാസമാകുന്നിടത്തേക്ക് എത്തുകയും ചെയ്യും എന്ന് അന്ന് തന്നെ അറേബ്യൻ രാജ്യങ്ങൾക്ക് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 6-ലധികം രാജ്യങ്ങളോട് വീഡിയോ കോൺഫറൻസ് നടത്തിയെന്നുള്ളതാണ്. ഞെട്ടലോട് കൂടിയാണ് വീഡിയോ കോൺഫറൻസിൽ ഓരോരുത്തരും ഇത് കേട്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന സംഭവമാണ് ഈ വിഷയത്തിൽ എല്ലാവരും അനുഭവിച്ചതെന്നുള്ളത്. കാര്യം ഇങ്ങനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരും സ്തബ്ധരായിക്കൊണ്ട് മറുപടി ഒന്നും പറയാത്ത രീതിയിൽ നിന്ന സമയത്ത് ട്രംപ് ചോദിച്ചു എന്നാണ്, നിങ്ങളൊക്കെ ലൈവ് തന്നെ ഇല്ലേ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇപ്പോൾ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത്. അഥവാ ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക കൃത്യമായ രീതിയിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അമേരിക്ക ഇസ്രായേലിന് ഈ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക മേധാവിത്വം ഇല്ലാതാവും എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഇറാനിൽ ഇന്നലെ രാത്രി ഒരു ആക്രമണം അമേരിക്ക അയച്ചുവിട്ടു. അത് ഈ മധ്യസ്ഥ വിഷയങ്ങളൊക്കെ നടക്കുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ്. ഈ അക്രമത്തോടനുബന്ധിച്ച് അത് യഥാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇറാൻ ഞെട്ടില്ല എന്നുള്ള കാര്യം അമേരിക്ക അറിയുകയും ചെയ്യുക. പകരം അറേബ്യൻ രാജ്യങ്ങൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഇത്രയും കരാർ വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഇറാനെ തങ്ങൾക്ക് ആക്രമിക്കണമെന്ന് വിചാരിച്ച വലിയ വിഷയങ്ങളൊന്നുമില്ല. അതിനോടനുബന്ധിച്ച് ഇറാൻ തിരിച്ചടിച്ചതും വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായതും അവരുടെ ഡ്രോൺ താഴെ വീണതും F-35 എന്ന യുദ്ധവിമാനം കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതേക്കുറിച്ചൊന്നും അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കാതെ അദ്ദേഹം സംസാരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇത് മാത്രമാണ്. അഥവാ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഒരു ഭീഷണി സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, അഥവാ അമേരിക്കയെ അറേബ്യൻ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. മാത്രമല്ല, ഈ കരാർ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമ്മതമില്ലാതെ തന്നെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും എന്നുകൂടി എന്ന് പറയുന്നു. കാര്യം ഇപ്പോൾ UAEയുടെ അകത്ത് ഇസ്രായേൽ അവരുടെ അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവർ സൈനികർ വന്നിട്ടുണ്ട്. അത് UAEയുടെ അനുമതി ഇല്ലാതെയാണ് വന്നത് എന്നുകൂടി പറയപ്പെടുന്നു. അങ്ങനെ വരുന്ന സമയത്ത് കൂട്ടി വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള മേധാവിത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. ഇത് വല്ലാത്ത രീതിയിൽ പ്രയാസം ബുദ്ധിമുട്ടും സൃഷ്ടിക്കും എന്ന് യഥാർത്ഥത്തിൽ ആര് മനസ്സിലാക്കുന്നുണ്ട്?
അറേബ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ നിന്ന് അമേരിക്കയെ പതുക്കെ മാറ്റി നിർത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അടിയന്തരമായിരിക്കുന്ന ആവശ്യമാണ് എന്നുള്ളിടത്താണ് ഇപ്പോഴും അറബ് രാജ്യങ്ങൾ അവരുടെ നിലപാടിൽ എത്തിയിരിക്കുന്നത് എന്നുകൂടി നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.